നമസ്കാരം. ഹയാത്ത് തഹ്രീർ അൽ-ഷാം വിമതരുടെ നേതൃത്വത്തിൽ അലപ്പോ നഗരത്തിലേക്ക് കടന്നുകയറി ഭീകരവാദികൾ നടത്തിയ ആക്രമണത്തിൽ ഡസൻ കണക്കിന് സിറിയൻ സൈനികരാണ് കൊല്ലപ്പെട്ടത്. സിറിയ തന്നെയാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. അതേസമയം സിറിയൻ സൈന്യത്തെ പിന്തുണച്ച് വിമതർക്കെതിരെ റഷ്യ വ്യോമസേന ആക്രമണം നടത്തിയതായി റഷ്യയുടെ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ഹയാത്ത് തഹ്രീർ അൽ-ഷാം ഒരു കാലത്ത് നുസ്ര ഫ്രണ്ട് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. US, റഷ്യ, തുർക്കി എന്നീ രാജ്യങ്ങൾ ഈ വിമത സംഘടനയെ തീവ്രവാദ ഗ്രൂപ്പായി പ്രഖ്യാപിച്ചിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ഇറാനും റഷ്യയും അസദിന്റെ സർക്കാരിനെ സിറിയയിലെ ഭൂരിഭാഗം പ്രധാന നഗരങ്ങളുടെയും നിയന്ത്രണം ഏറ്റെടുക്കാൻ സഹായിച്ചിരുന്നു. തുടർന്ന് കാര്യമായ ആഭ്യന്തര സംഘർഷമില്ലാതെ സിറിയ മുന്നോട്ടു പോവുകയായിരുന്നു. കഴിഞ്ഞ ദിവസം അപ്രതീക്ഷിത ആക്രമണത്തിൽ വിമതർ സിറിയയിലെ പ്രധാന നഗരങ്ങളിൽ ഒന്നായ അലപ്പോ പിടിച്ചെടുത്തിരുന്നു. പിന്നാലെ ഒരു വിമത പോരാളിയുടെ പ്രതികരണവും മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു. ഞങ്ങൾ അലപ്പോയുടെ മക്കളാണ്. 8 വർഷം മുമ്പ് 2016 ഞങ്ങളെ എല്ലാവരെയും നാടുകടത്തി. എന്നാൽ ഇപ്പോൾ ഞങ്ങൾ മടങ്ങിയെത്തിയിരിക്കുകയാണ്. ദൈവത്തിന് നന്ദി. വാക്കുകൾ കൊണ്ട് പറയാൻ കഴിയാത്ത വികാരമാണിത്. അലപ്പോ നഗരത്തിൽ നിന്ന് ചിത്രീകരിച്ച ടെലിവിഷൻ ഫൂട്ടേജിൽ വിമത പോരാളിയായ അലി ജുമ പറഞ്ഞ വാക്കുകളാണിത്. സിറിയൻ ആർമി കമാൻഡ് പറയുന്നതനുസരിച്ച് വിമതർ അലപ്പോയുടെ ഭൂരിഭാഗവും കടന്നിട്ടുണ്ട്. പ്രത്യാക്രമണത്തിന് തയ്യാറെടുക്കുകയാണെന്നും സൈന്യം അറിയിച്ചിരുന്നു. പിന്നാലെ നഗരത്തിലെ വിമത സമ്മേളനങ്ങളെയും വാഹന വ്യൂഹങ്ങളെയും ലക്ഷ്യമിട്ട് വ്യോമാക്രമണം നടത്തിയതായി ദമാസ്കസ് അനുകൂല പത്രമായ അൽ വതൻ റിപ്പോർട്ട് ചെയ്തു. അലപ്പോ, ഇഡ്ലിബ് പ്രവിശ്യകളിലെ വിമത കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് മിസൈൽ ബോംബ് ആക്രമണങ്ങൾ നടത്തിയതെന്നാണ് സിറിയയിലെ റഷ്യൻ സെന്റർ പറയുന്നത്. ആക്രമണങ്ങളിൽ 300 വിമത പോരാളികളെങ്കിലും കൊല്ലപ്പെട്ടതായും റഷ്യ അവകാശപ്പെട്ടു. വിമത പോരാളികൾ ട്രക്കുകളിൽ നഗരത്തിലെ തെരുവുകളിൽ ചുറ്റിക്കറങ്ങുകയാണ്. അലപ്പോയിലെ ചരിത്ര പ്രസിദ്ധമായ കോട്ടയ്ക്ക് സമീപം നിന്നുകൊണ്ട് ഒരാൾ സിറിയൻ പ്രതിപക്ഷ പതാക വീശുന്ന ദൃശ്യവും പുറത്തു വന്നു. തീവ്രവാദികൾ വൻതോതിൽ പല ദിശകളിൽ നിന്നും ആക്രമണം നടത്തുകയാണ്. ആക്രമണത്തെ പ്രതിരോധിക്കുന്നതിനും സാധാരണക്കാരുടെയും സൈനികരുടെയും ജീവൻ സംരക്ഷിക്കുന്നതിനുമായി വേണ്ട നീക്കങ്ങൾ നടത്തിയതായി സിറിയൻ മിലിറ്ററി കമാൻഡ് പറയുന്നു. അതിനിടെ അലപ്പോ വിമാനത്താവളത്തിന്റെ നിയന്ത്രണവും വിമതർ ഏറ്റെടുത്തതായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇദ്ലിബ് പ്രവിശ്യയിലെ മറാത്ത് അൽ നുമാൻ നഗരം പിടിച്ചെടുത്തതായും ആ പ്രദേശം മുഴുവൻ തങ്ങളുടെ നിയന്ത്രണത്തിലാക്കിയതായും വിമതരും അറിയിച്ചു. റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്നോവ് തുർക്കി വിദേശകാര്യമന്ത്രി ഹക്കൻ ഫിദനുമായി സിറിയയിലെ സ്ഥിതിഗതികൾ ചർച്ച ചെയ്തുവെന്നാണ് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം അറിയിക്കുന്നത്. സ്ഥിതിഗതികൾ വളരെ രൂക്ഷമാണെന്നും ഇരുപക്ഷവും ആശങ്ക പ്രകടിപ്പിച്ചു. രാജ്യത്തെ സ്ഥിതിഗതികൾ സാധാരണ നിലയിലാക്കുന്നത് സംയുക്തമായി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കേണ്ടതുണ്ടെന്നും ഇരുവരും വിലയിരുത്തി. പ്രതിപക്ഷ ഗ്രൂപ്പുകളുടെ പ്രവർത്തനങ്ങൾ തടഞ്ഞതായി തുർക്കി സുരക്ഷാ ഉദ്യോഗസ്ഥർ വ്യാഴാഴ്ച പറഞ്ഞിരുന്നു.